കാർക്കോടകന്റെ കടിയേറ്റ് വിരൂപനായി മാറിയ നളൻ കോപത്താൽ ശപിക്കാൻ തുടങ്ങിയപ്പോൾ സർപ്പം പറഞ്ഞു, അരുത്. എന്നെ ശപിക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. നിങ്ങളെ ദുഷ്ടശക്തിയായ കലി ബാധിച്ചിരിക്കുന്നു. കലി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തുപോകുന്നതുവരെ എന്റെ വിഷം അവനെ പീഡിപ്പിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി വീണ്ടും ഒന്നിക്കുന്നതുവരെ ആരും നിന്നെ തിരിച്ചറിയാതിരിക്കാൻ ഈ രൂപം സഹായിക്കും. നിങ്ങൾ ഋതുപർണ രാജാവിന്റെ നഗരമായ അയോധ്യയിൽ പോയി കുതിരകളിലും രഥസവാരിയിലും നിങ്ങളുടെ കഴിവുകൾ അവനെ പഠിപ്പിക്കണം. പകരമായി നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പകിടകളുടെ കഴിവുകൾ പഠിക്കണം. കാരണം പകിടകളിയിൽ ഋതുപർണനേക്കാൾ വലുതായി മറ്റാരുമില്ല. നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ഭാര്യയുമായും കുട്ടികളുമായും വീണ്ടും ഒന്നിക്കും പറഞ്ഞുകൊണ്ട് അവൻ നളന് ഒരു വസ്ത്രം നൽകി. ആ വസ്ത്രം ധരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും പഴയ രൂപം വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. സർപ്പത്തിന്റെ ഉപദേശം സ്വീകരിച്ച നളൻ അയോധ്യയിലേക്ക് പോയി. അയോധ്യയിലെ രാജസദസ്സിലെത്തിയ ശേഷം രാജാവായ ഋതുപർണന് ബാഹുകനെന്ന് സ്വയം പരിചയപ്പെടുത്തി. ഒരു പാചകക്കാരൻ, സാരഥി എന്നീ നിലകളിൽ അദ്ദേഹം സേവനം വാഗ്ദാനം ചെയ്തു. കുതിരകളെയും രഥങ്ങളെയും ഓടിക്കുന്നതിൽ തനിക്ക് ഏറ്റവും മികച്ച കഴിവുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഈ കഴിവുകൾ തനിക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയെ കണ്ടെത്താൻ ഋതുപർണൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ബാഹുകന് സാരഥിയായി നിയമിച്ചു. ഋതുപർണന്റെ അഭ്യർത്ഥനപ്രകാരം ബാഹുകൻ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. തന്റെ രാജാവിന്റെ വിശ്വാസം നേടാൻ ആവശ്യമായതെല്ലാം ചെയ്തു. ഋതുപർണനുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ച ശേഷം ബാഹുകൻ അദ്ദേഹത്തോട് പകിടിയിലെ അറിവുകൾ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഋതുപർണൻ അദ്ദേഹത്തിന്റെ സേവനത്തിൽ സന്തുഷ്ടനായിരുന്നതിനാൽ അതിനു സമ്മതിച്ചു. അദ്ദേഹം പതുക്കെ പകിടിയിലെ കഴിവുകൾ പഠിക്കുകയും തന്റെ രാജാവിനെ ആവേശത്തോടെ സേവിക്കുകയും ചെയ്തു. അതേസമയം വിദർഭയിൽ ദമയന്തിയുടെ ദുഃഖം കണ്ട് ഭീമൻ വീണ്ടും ബ്രാഹ്മണരെ നളനെ അന്വേഷിക്കാൻ എല്ലാ ദിക്കുകളിലേക്കും അയക്കാൻ തീരുമാനിച്ചു. ദമയന്തി ബ്രാഹ്മണരോട് അവർ കണ്ടുമുട്ടുന്ന ഓരോ രാജാവിനോ വ്യക്തിക്കോ ചില ശ്ലോകങ്ങൾ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ആ ശ്ലോകങ്ങൾക്ക് മറുപടി നൽകുന്നയാൾ നളനാണെന്ന് സംശയിക്കപ്പെടും. ബ്രാഹ്മണർ ആ ശ്ലോകങ്ങൾ അവർ കണ്ടുമുട്ടിയ പല രാജാക്കന്മാർക്കും ചൊല്ലിക്കൊടുത്തു. പക്ഷേ ആർക്കും അവയുടെ പിന്നിലെ മറഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലായില്ല. അതിനനുസരിച്ച് പ്രതികരിച്ചില്ല. ഒടുവിൽ അവർ അയോധ്യയിലുമെത്തി ആ ശ്ലോകങ്ങൾ ഋതുപർണന് ചൊല്ലിക്കൊടുത്തു. തൃപ്തികരമായ മറുപടിയൊന്നും കേൾക്കാത്തതിൽ നിരാശയോടെ പോകുന്ന ബ്രാഹ്മണരോട് ശ്ലോകങ്ങൾക്ക് പിന്നിലെ മറഞ്ഞിരിക്കുന്ന അർത്ഥം ബാഹുകൻ പറയുന്നു. ബാഹുകൻ തന്നോട് പറഞ്ഞത് കേട്ട് ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു. ബാഹുകൻ നളനാണെന്ന് സംശയിക്കുകയും വിദർഭയിലേക്ക് മടങ്ങിയ ശേഷം ദമയന്തിയോട് അതിനെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു.